ഹായ് സ്റ്റുഡൻസ്, നമ്മൾ സോഷ്യലിൻ്റെ ഓരോ സെക്ഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിസ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഓരോ സെക്ഷൻ എന്ന് പറയുന്നത് വെൽത്ത് ആൻഡ് നേഷനിലെയാണ്. അപ്പം മിസ് ഇങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു, ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ ഒക്കെ നമ്മളിങ്ങനെ നടത്തി വാറിലൊക്കെ എത്തി നിൽക്കുകയാണ്. ഫസ്റ്റ് വേൾഡ് വാർ ഇങ്ങനെ ഇരച്ചിരമ്പി അതിൻ്റെ ആ ഒരു പ്രകരങ്ങളൊക്കെ ഇങ്ങനെ തീർന്നു നിൽക്കുകയാണ്. നിങ്ങളും അതേപോലെ തന്നെ ക്രിസ്മസ് എക്സാമിലേക്കുള്ള ആ ക്രിസ്മസ് മൊമെന്റിലേക്കുള്ള ആ ഒരു എക്സാം ഡേറ്റ് ഒക്കെ ചെറുതായിട്ട് മാറ്റിയെങ്കിൽ പോലും നമുക്ക് ആ എക്സാമിൻ്റെതായ ചില ഒരു ടെൻഷനും ആ ഒരു കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ട്. പേടിക്കണ്ട, മിസ് ഈ ചാപ്റ്റർ ഈ ഒരു സെക്ഷനിൽ മിസ് ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്ത് നന്നായിട്ട് തന്നെ ഈ ഒരു സെക്ഷൻ ഒരു വേൾഡ് വാറിന്റെ ഒരു ക്ഷീണമൊക്കെ കഴിഞ്ഞ് ഇനി എന്താണ് സെക്കൻഡ് വേൾഡ് വാർ, എങ്ങനെ വരുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ എത്തുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയൊരു ഒരു കഥ രൂപേണ സിംപിളി ആണ് മിസ് ഇനി വരുന്ന സെക്ഷനിലും പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ഹായ്, ഇറ്റ്സ് മീ യുവർ ഓൺ നിഫി മിസ്. മിസ് തുടങ്ങട്ടെ? മിസ് തുടങ്ങുന്നു. അപ്പൊ എന്താണ് ഇന്ന് മിസ് പറയാൻ പോകുന്ന ടോപ്പിക്ക്? മിസ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നു നമ്മള് ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ ഒക്കെ നടത്തി, കുറച്ച് ഇമ്പീരിയലിസം ഒക്കെ നടത്തി. ഈ ഇമ്പീരിയലിസം ഒക്കെ നടത്തിയപ്പം എന്താ, ഇമ്പീരിയലിസം പവർ അത്രയും പോരാ, ഇത്തിരി കൂടി വേണം. ഇമ്പീരിയലിസത്തിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ വന്നത്. അപ്പം ഫസ്റ്റ് വേൾഡ് വാറിൽ നമ്മൾ ആ ഒരു ഇങ്ങനെ വാർ നടന്നെങ്കിൽ പോലും അതിന്റെ ഇമ്പാക്റ്റ് ഉണ്ടായി. അതായത് ഇമ്പീരിയലിസത്തിന്റെ ഒരു ഇഫക്റ്റ് ആയിട്ടാണ് വേൾഡ് വാറിലേക്ക് നമ്മൾ എത്തിയത്. അതിന് പല റീസൺസ് മിസ് പറഞ്ഞു. അത് കണ്ടിട്ടില്ലാത്തവർ ആ സെക്ഷനിൽ പോയി ഒന്നുകൂടി മിസ്സിന്റെ ആ വീഡിയോ കാണണം. ഇമ്പീരിയലിസത്തിന്റെ ഒരു ഇഫക്റ്റീവായിട്ട് വേൾഡ് വാറിന്റെ ഒരു വലിയൊരു ഇഫക്റ്റ് എന്ന് പറയാം ഇമ്പീരിയലിസം. ആ ഇമ്പീരിയലിസത്തിന് ഇതുമായിട്ട് വേൾഡ് വാർ വന്നു. വേൾഡ് വാറിന് ചില ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ടായി. അത് കാരണം ഈ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഉണ്ടായെങ്കിൽ പോലും മിസ് പറഞ്ഞായിരുന്നല്ലോ ചില കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട്. ആ കൂട്ടുകെട്ടുകൾ കാരണം മിലിറ്ററി ഫോംസ് ഒക്കെ ഉണ്ടായി. മിലിറ്ററി അലയൻസസ് എന്നതിന് നമ്മൾ വിളിച്ചു. അങ്ങനെ ഏതൊക്കെ അലയൻസസ് ആയിരുന്നു മിസ് പറഞ്ഞത്? ഓർമ്മയുള്ളവരെ കമന്റ് ബോക്സിൽ വന്നിട്ട് മിസ്സിന്റെ കഴിഞ്ഞ സെക്ഷൻ അപ്പം വ്യക്തമായിരുന്നു. അപ്പൊ നിങ്ങൾക്കും കൺഫേം ചെയ്യാമല്ലോ. മിസ്സിന്റെ കമന്റ് ബോക്സിൽ മിസ് ശ്രദ്ധിക്കും. അപ്പൊ എന്തായിരുന്നു, മിലിറ്ററി അലയൻസസ് ഒക്കെ വന്നു. എന്താണ് മിലിറ്ററി അലയൻസസ് ഒക്കെ വന്നു. അപ്പൊ ഈ കൂട്ടുകെട്ടൊക്കെ വരുമ്പം, നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ കൂടുമ്പം നമ്മളും പല കാര്യങ്ങള് ആലോചിക്കും. ഏതാണ് ഫ്രണ്ട്, ഇങ്ങനെയുള്ള ഫ്രണ്ടാണ്, നമ്മുടെ ഫീൽഡ് ഏതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കുമ്പം എന്നാലും നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവരോടൊപ്പം മേ ബി നമ്മളൊരു ചായ കുടിക്കുന്ന ഒരാളായിരിക്കത്തില്ല, ബട്ട് നമ്മുടെ ഫ്രണ്ട് പറയാം വാടാ നമുക്ക് ചായ കുടിക്കാം, അല്ലേ വേണ്ട ഒരു മന്തി കഴിക്കാം. നമ്മളിങ്ങനെ മന്തി ഒന്നും വലിയ ഫുഡൊന്നും കഴിക്കാൻ പോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിചാരിക്കും വേണ്ട, നമുക്ക് വേണമെന്നില്ല, നമുക്കൊന്ന് ഇന്ന് വേണ്ട, ആ ഒരു മന്തി വേണ്ട. പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ വന്നിട്ട് പറയാം വാ നമുക്ക് മന്തി കഴിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓൻ വിളിച്ചതല്ലേ, നമുക്ക് പോയിട്ട് വരാം, ഓൻ്റെ കൂടെ പോയിട്ട് വരാം. അപ്പം അങ്ങനെ പോകുമ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആ ഒരു ഫുഡിന്റെ ആ ഒരു കൺസെപ്ഷനിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അപ്പൊ ഈ വാറിലേക്ക് മിസ് പറഞ്ഞു വരുന്നത്, വാറിലേക്ക് എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ആവുന്നത് ആ കൂട്ടുകെട്ട്. മിസ് പറഞ്ഞല്ലോ മിലിറ്ററി അലയൻസസ് ഒക്കെ വന്നപ്പോഴത്തേക്കിന് കുറെ ചില നേഷൻസ് കൂട്ടുകെട്ടായി. ഏതൊക്കെയായിരുന്നു? ജർമ്മനി, ഇറ്റലി. ഇങ്ങനെ കൂട്ടുകെട്ടില് ഇത്തിരി സ്ട്രോങ് ആയ കൂട്ടുകെട്ടിലേക്ക് മാറിയ ഒരേ ആശയത്തിലൂടെ ഇത്തിരി കൂടി സ്ട്രോങ് ആയി വന്ന രണ്ട് നേഷൻസിനെയാണ് ഇന്നത്തെ ടോപ്പിക്കിലൂടെ മിസ് ഇന്നത്തെ സെക്ഷനിൽ പറഞ്ഞിരുന്നത്. അവരുടെ ആ ഒരു ഫീച്ചേഴ്സും അത് കാരണം ഉണ്ടായ കോൺസിക്വൻസും ഒക്കെയാണ് മിസ് പറയുന്നത്. ആ ഒരു അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അടുത്തൊരു പോളിസിയാണ്. മിസ് പല പോളിസികൾ പറഞ്ഞു, അതിൽ അടുത്തൊരു ചെറിയൊരു പോളിസിയാണ് ടോട്ടാലിറ്റേറിയനിസം. എന്താണ് ടോട്ടാലിറ്റേറിയനിസം? എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?